പാറശാലയിലെ കാരക്കോണം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ നിരവധി പേർ കുടുങ്ങി. ലിഫ്റ്റ് പ്രവർത്തനക്ഷമമായിട്ട് മണിക്കൂറുകളായി ഒരാൾ കുഴഞ്ഞു വീണു. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, ഈ ലിഫ്റ്റ് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ തകരാറിലായതാണോ? അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും സുരക്ഷിതരാണോ? എന്തെല്ലാമാണ് വിവരങ്ങൾ? അതില്ല, ഇന്ന് ഏകദേശം മണിക്കൂറുകളായിട്ട് കാരക്കോണം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് അതിൽ നിരവധി രോഗികൾ ഉൾപ്പെടെ അതിൽ അകപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിനുള്ളിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉണ്ടെന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ അത് രക്ഷാവാതിൽ വഴി ഇവരെ ഓരോ രോഗികളും അതിൽ കുടുങ്ങിക്കിടന്ന് മറ്റുള്ളവരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിൽ ഒരാൾ കുഴഞ്ഞു വീണു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അടിയന്തരമായി ലഭിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ സുരക്ഷിതമായി അദ്ദേഹത്തെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകളായി ഇവരെ അകത്ത്, അതായത് കാരക്കോണം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ അകപ്പെട്ട് കിടക്കുന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അടിയന്തരമായിട്ടുള്ള വൈദ്യസഹായം ഉൾപ്പെടെ അവർക്ക് നൽകുന്നുണ്ടോ എന്നുള്ള വിവരം. എന്തായാലും ടെക്നിക്കൽ പ്രോബ്ലമാണ് ഇത്തരത്തിൽ തകരാറിലായെന്നുള്ള വിവരങ്ങളാണ് ആശുപത്രി അധികൃതർ നമ്മളോട് പറയുന്നത്. അതില്ല. ശരി പ്രദീപ്, തിരുവനന്തപുരം പാറശാല കാരക്കോണം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ നിരവധി പേർ കുടുങ്ങി. ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് മണിക്കൂറുകളായി. അതിനിടയിൽ ഈ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയവരിൽ ഒരാൾ കുഴഞ്ഞു വീണിട്ടുണ്ട്. എന്തായാലും നിലവിൽ മറ്റാർക്കും തന്നെ കൂടുതൽ അപകടങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നാണ് പ്രദീപ് പറയുന്നത്.